ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ഫ്രം എ റെയിൽവേ ക്യാരേജ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കിതിലെ ആദ്യം ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഒരു ഗ്രാമത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലൂടെയോ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ട്രെയിൻ മൂവ്സ് ത്രൂ എ കൺട്രി സൈഡ്. കൺട്രി സൈഡ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അപ്പോൾ ഒരു നാട്ടിൻപുറത്തൂടെയാണ് ട്രെയിൻ പോകുന്നത് എന്നാണ് നമുക്കിതിലെ വരികളിൽ നിന്ന് മനസ്സിലാവുന്നത്. ദിസ് ഈസ് ക്ലിയർ ബിക്കോസ് ദ പോയം മെൻഷൻസ് തിങ്സ് ലൈക്ക് മെഡോസ്. അല്ലെ, മെഡോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹോഴ്സസ്, കാറ്റിൽ എന്നൊക്കെയുള്ളത് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്നതാണ്, ഒരു ടൗണിൽ കാണുന്നതല്ല. അതുപോലെ ഗ്രാമത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നതല്ല. ഹിൽസ് ആൻഡ് പ്ലെയിൻസ്, അതുപോലെ ഹിൽസ്, കുന്നുകളെ കുറിച്ചും സമതലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് എ കാറ്റ് ഓൺ ദ റോഡ്. ദീസ് ആർ ഓൾ തിങ്സ് യു വുഡ് ഫൈൻഡ് ഇൻ ദ കൺട്രി സൈഡ്. അപ്പോൾ നമ്മൾ കൺട്രി സൈഡിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ട്രെയിൻ ഈസ് മൂവിങ് ത്രൂ എ കൺട്രി സൈഡ്. What are the expressions used by the poet to show the amazing speed of the train? അപ്പോൾ ഇവിടെ ട്രെയിനിന്റെ സ്പീഡിനെ സൂചിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഈ പോയത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരി തന്നെ പറയുന്നു, ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. അപ്പൊ അത് ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇത് ദേവതകളെക്കാളും ദുർദേവതകളെക്കാളും വേഗത്തിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. പിന്നെ ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, ഈ യുദ്ധത്തിൽ സോൾജിയേഴ്സ് നീങ്ങുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. അതും സ്പീഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ, ഒരു കണ്ണിമ ചിമ്മുന്ന സമയത്തിനുള്ളിൽ സ്റ്റേഷൻസ് ഒക്കെ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ അത് ഉദാഹരണമായിട്ട് പറയാം. പെയിന്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ, ഇതൊക്കെ ട്രെയിനിന്റെ സ്പീഡിനെ സൂചിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോട്ടീവ് റിതം ഇൻ ദ പോയം? അപ്പൊ ലോക്കോമോട്ടീവ് മീൻസ് ദാറ്റ് ഓഫ് ദി ട്രെയിൻ. അപ്പൊ ഒരു ട്രെയിനിന്റെ ഒരു ശബ്ദം ഈ ഒരു കവിതയിലൂടെ കൊണ്ടുവരാൻ കവി ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നാണ്. The poet uses quick steady beat in the poem to sound like a train. അപ്പോൾ ഒരു ട്രെയിനിന്റെ ശബ്ദം ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിലെ വാക്കുകളുടെ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. The short phrases fast pace make it feel like the train is moving quickly and smoothly along the track. ഒരു ട്രാക്കിലൂടെ എങ്ങനെയാണ് ട്രെയിൻ പോകുന്നത് അതുപോലെയുള്ള ഒരു സൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. This creates a rhythm that reminds us of a train's movement. അപ്പോൾ നമുക്കൊരു ട്രെയിനിന്റെ ഒരു മൂവ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ വാക്കുകൾ പോയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ, അതിന്റെ മീനിങ്സ് എഴുതാനുള്ള ഒരു സ്പേസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാർജ്, അതിന്റെ അർത്ഥം ടു മൂവ് ഫോർവേഡ് ക്വിക്ക്ലി ആൻഡ് വിത്ത് ഫോഴ്സ്, മുന്നോട്ട് അതിവേഗത്തിൽ പോവുക, ഒരു ആക്രമിക്കാൻ പോകുന്ന പോലെ പോവുക, അതാണ് ചാർജ്. ട്രൂപ്സ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. ഡ്രൈവിംഗ് എന്നുള്ളതിന് ഇവിടെ അർത്ഥം മൂവിങ് ഓർ ഫോഴ്സിങ് സംതിങ് ടു മൂവ് സ്ട്രോങ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലാംബർ എന്ന് വെച്ചാൽ ടു ക്ലൈംബ് ഓർ മൂവ് ഇൻ എ ഓക്വേർഡ് ആൻഡ് ഡിഫിക്കൽട്ട്, വളരെ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്ലാംബർ. സ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ അതേ അർത്ഥം തന്നെയാണ്, ടു മൂവ് ക്വിക്ക്ലി ആൻഡ് വിത്ത് ഡിഫിക്കൽട്ടി. ബ്രാമ്പിൾ എന്ന് വെച്ചാൽ എ തോണി ബുഷ്, ലൈക്ക് ബ്ലാക്ക്ബെറി ബുഷ്. അപ്പോൾ ബ്ലാക്ക്ബെറി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബ്രാമ്പിൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രാമ്പ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു ട്രാവൽസ് ഓൺ ഫുട്ട് യൂഷ്വലി വിതൗട്ട് ഹോം ഓർ ജോബ്, എന്ന് വെച്ചാൽ ഒരു സഞ്ചാരിയായിട്ടുള്ള ഒരു വ്യക്തി, സ്വന്തമായ വീടോ ജോലിയോ ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ഗെയ്സ്, ടു ലുക്ക് സ്റ്റഡിലി ആൻഡ് ഇന്റന്റ്ലി അറ്റ് സംതിങ്, വളരെ തറപ്പിച്ചു നോക്കുക, സൂക്ഷിച്ചു നോക്കുക എന്നുള്ള അർത്ഥം. ലംബ് എന്ന് വെച്ചാൽ ടു മൂവ് ഇൻ എ ഹെവി ആൻഡ് ഓക്വേർഡ് വേ, വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുക, മെല്ലെ മെല്ലെ അനങ്ങി പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ലംബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വാക്കുകളുടെയൊക്കെ മീനിങ് നമ്മളൊന്ന് എഴുതി വെക്കുക. ഇനി ഈ പോയം ഇതിൽ കുറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചോയ്സസ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, അതിന്റെ ശരിയായ ആൻസേഴ്സ് മാത്രം ഇവിടെ കാണിക്കാം.
ഒന്നാമത്തത് വാട്ട് ഈസ് ദ പോയം അബൌട്ട്. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആൻഡ് ദ പീപ്പിൾ പ്ലേസസ് ആൻഡ് തിങ്സ് സീൻ ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. വാട്ട് വാസ് ദ എയിം ഓഫ് ദ പോയറ്റ് വൈൽ റൈറ്റിംഗ് ദ പോയം ഫ്രം എ റെയിൽവേ കാരേജ്. ഈ പോയം എഴുതാനുള്ള പോയറ്റിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അതിന്റെ ആൻസർ എ ആണ്. ടു എന്റർടൈൻ റീഡേഴ്സ് വിത്ത് ആൻ എക്സൈറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ട്രെയിൻ റൈഡ്. അടുത്തത് റീഡ് ദ ലൈൻ ഫ്രം ദ പോയം. ഹിയർ ഇസ് എ beggar who stands and gazes. വിച്ച് വേർഡ് ഹാസ് ഓൾമോസ്റ്റ് ദ സെയിം മീനിങ് ആസ് ഗെയ്സസ്. ഗെയ്സസ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക്, അത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ആൻസർ. ലുക്സ് എന്നാണ്. വാട്ട് ഈസ് സിമിലർ അബൌട്ട് ദ വേർഡ് വിച്ചസ് ആൻഡ് ഡിച്ചസ്. ഈ രണ്ട് വാക്കുകളുടെയും സിമിലാരിറ്റി എന്താണ്? അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബോത്ത് ആർ അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ആൻഡ് റൈം വിത്ത് ഈച്ച് അതർ. ഹൗ ഡു ദ ട്രൂപ്സ് റിസംബിൾ ദ ട്രെയിൻ. അപ്പൊ അവിടെ ഓപ്ഷൻ സി ആണ്. ദ ചാർജ് അലോങ്. ഇൻ വാട്ട് വേസ് ആർ ദ ചൈൽഡ് ആൻഡ് ദ ട്രാമ്പ് ഡിഫറെന്റ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ചൈൽഡ് ഈസ് ക്ലാംബറിംഗ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ആൻഡ് ദ ട്രാമ്പ് ഇസ് സ്റ്റാൻഡിംഗ് ആൻഡ് ഗേസിംഗ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ലാസ്റ്റ് 2 തിങ്സ് സീൻ ഫ്രം ദ റെയിൽവേ കാരേജ്. അവസാനമായി കണ്ട 2 കാഴ്ചകൾ എന്തൊക്കെയാണ്? എ മിൽ ആൻഡ് എ റിവർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇൻ വാട്ട് ഓർഡർ ആർ ദ പീപ്പിൾ ആൻഡ് തിങ്സ് സീൻ ഫ്രം ദ റെയിൽവേ കാരേജ്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? ഇപ്പൊ ചൈൽഡ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എ ചൈൽഡ്, എ beggar, എ cart, എ mill ആൻഡ് എ river. Read these lines from the poem. And ever again in the wing of an eye painted stations whistle by. Why does it seem that the painted stations appear and disappear in the wing of an eye? അപ്പോൾ ഒരു കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് ചില സ്റ്റേഷൻസ് ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആസ് ദേ ആർ സീൻ ഫ്രം ദ വിൻഡോ ഓഫ് എ ഫാസ്റ്റ് മൂവിംഗ് റെയിൽവേ കാരേജ്. Read the last line of the poem. Each glimpse and gone forever. What does the poet mean by this line? ഈ അവസാനത്തെ ഈ വരിയുടെ അർത്ഥം എന്താണ്? You only get a quick look at something as you pass by, never to see it again. ഇനി വേറെ കുറച്ച് ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട്. ഇൻ ദ പോയം certain words and clusters of letters are repeated. Can you list out repeated words and the cluster of letters from the poem? Do you think repetition enhances the musical quality? അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് ലെറ്റർ ആവർത്തിച്ച് വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ പോയത്തിന്റെ മ്യൂസിക്കൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മ്യൂസിക്കൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാസ്റ്റർ, വിച്ചസ്, ഡിച്ചസ്, മെഡോസ്, കാറ്റിൽ, പെയിന്റഡ്, സ്റ്റേഷൻസ്. Yes, repetition enhances the musical quality of the poem by creating a rhythm and making it more engaging and easier to remember. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മ്യൂസിക്കൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാക്കുകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഒരേപോലെയുള്ള വാക്കുകളായതുകൊണ്ട്. ഇറ്റ് മിമിക്സ് ദ റിത്മിക് സൗണ്ട് ഓഫ് എ മൂവിംഗ് ട്രെയിൻ. അതുപോലെ ഒരു ട്രെയിനിന്റെ ശബ്ദം ഉണ്ടാക്കാനും ഇത് ഉപകരിക്കുന്നു. ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ എ ട്രെയിൻ പാസിംഗ് ത്രൂ എ നമ്പർ ഓഫ് പ്ലേസസ് ഓർ സ്റ്റേഷൻസ്. നെയിം എനി 5 സീൻസ് യു വുഡ് സീ ത്രൂ ദ വിൻഡോ. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള എന്തെങ്കിലും 5 സീൻ എഴുതാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡു യു ഹാവ് ദ സെയിം ഫീലിംഗ് ഓഫ് ജോയ് ഇഫ് യു ട്രാവൽ ബൈ ബസ്. ഇതുപോലെയുള്ള ഒരു ആനന്ദം നിങ്ങളൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? സീൻ, അപ്പം നമുക്ക് ഇത് രണ്ടിൻ്റെയും ആൻസർ എഴുതാം. നമ്മൾ കാണുന്ന സീനുകൾ റോളിംഗ് ഗ്രീൻ ഹിൽസ്, ബസ്ലിംഗ് മാർക്കറ്റ് ഇൻ എ സ്മോൾ ടൗൺ, ഫീൽഡ്സ് വിത്ത് ഫാർമേഴ്സ് വർക്കിംഗ്, റിവർ ഫ്ലോവിംഗ് അലോങ് ദ ട്രാക്സ്, എ ഫോറസ്റ്റ് വിത്ത് ടോൾ ട്രീസ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും 5 കാഴ്ചകൾ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതേ ഫീലിംഗ് ബസ്സിൽ ട്രാവൽ ചെയ്താൽ ലഭിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ആൻസർ നോ എന്നാണ്. ഐ ഡോണ്ട് ഹാവ് ദ സെയിം ഫീലിംഗ് ഓഫ് ജോയ് ഇഫ് ഐ ട്രാവൽ ബൈ ബസ് ബിക്കോസ് ദ വ്യൂ ഈസ് ഓഫൺ ഒബ്സ്ട്രക്റ്റഡ് ബൈ ബിൽഡിംഗ്സ് ആൻഡ് ട്രാഫിക്. അതുപോലെ നമുക്ക് ശരിയായ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നില്ല. മറ്റു വാഹനങ്ങളും ട്രാഫിക്കും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കാഴ്ച കിട്ടുന്നില്ല. ആൻഡ് ദ റൈഡ് ഈസ് ലെസ് സ്മൂത്ത്. അതുപോലെ അത്ര സുഖകരമായ യാത്രയല്ല ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. ട്രെയിനിലാണെങ്കിൽ വളരെ സ്മൂത്ത് ആണ്. അതുപോലെ ലെസ് എക്സൈറ്റിംഗ് കമ്പയർഡ് ടു ട്രെയിൻ റൈഡ്. അപ്പോൾ ബസ്സിന്റെ യാത്ര അത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അത്ര സുഖകരമല്ല എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. ഇൻ ദ പോയം ദർ ആർ എ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് മൂവ്മെന്റ്സ് ആൻഡ് സൗണ്ട്. അപ്പോൾ മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്ന ചില വാക്കുകളുമുണ്ട്. അതുപോലെ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് സൗണ്ട്, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാക്കുകളുമുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് നമ്മൾ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വാക്കുകൾ ആ ഒരു സൈഡിലും
അതുപോലെ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ മറ്റേ സൈഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് വേർഡ്സ് ഡിസ്ക്രൈബിങ് സൗണ്ട് അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വിസിൽ എന്നാണ്. വേർഡ്സ് ഡിസ്ക്രൈബിങ് മൂവ്മെന്റ് നമുക്ക് കുറേ എണ്ണം എഴുതാനുണ്ട്. വിസിൽ ബൈ എന്നുള്ളത് മൂവ്മെന്റിൽ എഴുതാം. ഫാസ്റ്റർ, ചാർജിങ് അലോങ്, ഫ്ലൈ, ക്ലാമ്പേഴ്സ്, സ്ക്രാമ്പിൾസ്, ഡ്രൈവിംഗ് റെയിൻ, ലാംബിങ്, വിങ്ക്. അപ്പോൾ ഇതൊക്കെ മൂവ്മെന്റിൽ എഴുതാം. അതുപോലെ സൗണ്ടുമായിട്ടുള്ളിടത്ത് നമുക്ക് വിസിൽ എന്ന് മാത്രമേ ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ എഴുതാനുള്ളൂ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രം ദ പോയം. ഡോണ്ട് ദേ സൗണ്ട് സിമിലർ? അപ്പോൾ ഇവിടെ ഏകദേശം ഒരേപോലെ ശബ്ദം വരുന്ന ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വിച്ചസ്, ഡിച്ചസ്, കാറ്റിൽ, ബാറ്റിൽ. ഇത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ വിളിക്കുന്നത് റൈമിംഗ് വേർഡ്സ് എന്നാണ്. അപ്പോൾ ഇത് ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് റൈമിംഗ് വേർഡ്സുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം ഇവിടെ എഴുതുക. വിച്ചസ്, ഡിച്ചസ്, കാറ്റിൽ, ബാറ്റിൽ, പ്ലെയിൻ, റെയിൻ, ഐ, ബൈ, scrambles, brambles, gazes, daisies, road, load, river, forever. അപ്പോൾ ഇതൊക്കെ റൈമിംഗ് വേർഡ്സിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് 2 similes. പിക്ക് ഔട്ട് ദിസ് similes ഫ്രം ദ പോയം. അപ്പോൾ ഈ പോയത്തിൽ 2 സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സിമിലി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ സിമിലി നമുക്കറിയാം, 2 കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ്. ആസ് ഓർ ലൈക്ക്, അതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇതുപോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. ഇപ്പൊ 2 ഉദാഹരണങ്ങൾ, ഈ 2 ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം. ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ദി അതർ സിമിലി ഏതാണ്? ഫ്ലൈ ആസ് തിക് ആസ് ഡ്രൈവിംഗ് റെയിൻ. അപ്പൊ അതിലെ ലൈക്ക് എന്നുള്ളതും ആസ് എന്നുള്ളതും നമ്മളൊന്ന് അണ്ടർലൈൻ കൂടി ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി നോക്കാം. അണ്ടർലൈൻ ദ ഇനീഷ്യൽ സൗണ്ട്സ് ഓഫ് വേർഡ്സ് റിപ്പീറ്റഡ് ഇൻ ദ ഗിവൺ ലൈൻസ്. അപ്പൊ ഇവിടെ ഇനീഷ്യൽ സൗണ്ട്സോ എല്ലാ വാക്കിന്റെയും ആദ്യത്തെ സൗണ്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വവൽ സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പറയുന്നുണ്ട്. കാരണം നമുക്ക് അലിട്രേഷനും അസൊണൻസും നമുക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അലിട്രേഷൻ, അസൊണൻസ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട് ആണ്. പിന്നെ അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു കൺസൊണന്റ് സൗണ്ട് ആണെങ്കിൽ അലിട്രേഷൻ ആവും, അതൊരു വവൽ സൗണ്ട് ആണെങ്കിൽ അസൊണൻസ് ആകും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അലിട്രേഷൻ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. അതിൽ ഇനീഷ്യൽ സൗണ്ട്സ് അടയാളപ്പെടുത്തുമ്പോൾ അവിടെ എഫ് എന്നുള്ള സൗണ്ട് ആണ് വരിക. അപ്പൊ അത് 3 തവണ ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ എഫ് എന്നുള്ള ശബ്ദം ഇവിടെ ആവർത്തിച്ചു വരുന്നു. അലിട്രേഷൻ ഈസ് പ്രസന്റ് വിത്ത് ദ റെപ്പിറ്റീഷൻ ഓഫ് ദി എഫ് സൗണ്ട്. ഇപ്പൊ ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, എഫ് എന്നുള്ള സൗണ്ട്. ഇനി രണ്ടാമത്തതില് നമ്മൾ കാണുന്നത് റെപ്പിറ്റീഷൻ ഓഫ് വേറൊരു ശബ്ദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രിഡ്ജസ്, ബി, ഹൗസസ്, ഹെഡ്ജസ്, ഹ് എന്നുള്ള ശബ്ദം. അപ്പൊ എച്ച് എന്നുള്ള ശബ്ദം ഇവിടെ ആവർത്തിച്ചു വരുന്നത്. അപ്പൊ ഹൗസസ്, ഹെഡ്ജസ്, ഹ് എന്നുള്ള സൗണ്ട് ഇവിടെ അലിട്രേഷൻ ഉദാഹരണമായിട്ട് പറയാം. ഇനി അസൊണൻസിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതേ വരിയിൽ തന്നെ എ എന്നുള്ള ശബ്ദമാണ്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ആ എന്നുള്ള സൗണ്ട്. അപ്പൊ എ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ഇവിടെ ഇ എന്നുള്ള ശബ്ദം. അപ്പൊ അതും നമുക്കിവിടെ അണ്ടർലൈൻ ചെയ്യാം. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ഇ എന്നുള്ള ശബ്ദവും നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അത് അസൊണൻസിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി ഇതെങ്ങനെയാണ് സൗണ്ട് എഫക്റ്റിനെ അല്ലെങ്കിൽ ഈ പോയത്തിന്റെ മ്യൂസിക്കൽ ക്വാളിറ്റി കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the rhythmic pattern in the poem plays a crucial role in shaping its meaning and effect. Here is how it enhances the poem. Imitating movement, അതുപോലെ creating a sense of urgency, enhancing imagery, contributing to overall mood. അപ്പോൾ ഇത് ഇത്രയും പോയിന്റ്സ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, അതിൻ്റെ ട്രെയിനിൻ്റെ മൂവ്മെന്റ് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ചില വാക്കുകളുടെ സെലക്ഷനിലൂടെ. അതുപോലെ ഒരു ഏർജൻസി, ട്രെയിനിൻ്റെ സ്പീഡും അതുപോലെ ഒരു അത്യാവശ്യമാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അർജൻസി നമുക്കിവിടെ കാണാം. അതുപോലെ ഇമേജറി കൂടുതൽ ഭംഗി ആക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി റൈം സ്കീം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ പോയത്തിന്റെ റൈം സ്കീം കണ്ടുപിടിക്കണമെങ്കിൽ
അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മളൊരു സ്റ്റാൻസ സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആ സ്റ്റാൻസയിലെ ഏറ്റവും ഓരോ വരിയിലെയും അവസാനത്തെ വാക്കുകൾ എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻസ, ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് AABB എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റാൻസയിലെ ലാസ്റ്റ് വാക്കുകൾ പ്ലെയിൻ, റെയിൻ, ഐ, ബൈ എന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ പ്ലെയിൻ, റെയിൻ എന്നുള്ളത് രണ്ടും A ആണ്. ഐ, ബൈ എന്നുള്ളത് B ആണ്. അപ്പൊ ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് AABB എന്നാണ് റൈം സ്കീം. അപ്പോൾ AABB ആണ്. കാരണം ആദ്യത്തതും രണ്ടാമത്തതും റൈം ചെയ്യുന്നുണ്ട്, മൂന്നാമത്തതും നാലാമത്തതും വേറെയാണ്, പക്ഷെ അത് തമ്മിൽ റൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ AABB എന്നാണ് ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത്. സോ ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഇമേജസ്, ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് ടൈപ്പ് ഇമേജ് ആണെന്നും അതിന്റെ എക്സാമ്പിളും കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ ആദ്യത്തത് എ ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്, അതൊരു വിഷ്വൽ ഇമേജ് ആണ്. ഡ്രൈവിംഗ് റെയിൻ, അതൊരു ടാക്ടൈൽ ഇമേജ് ആണ്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, വിഷ്വൽ ഇമേജ് ആണ്. ഹോഴ്സസ് ആൻഡ് കാറ്റിൽ ചാർജിങ് ത്രൂ ദ മെഡോസ്, വിഷ്വൽ ഇമേജ്. പെയിന്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ, അപ്പോൾ അത് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അപ്പോൾ അതൊരു ഓഡിറ്ററി ഇമേജ് ആണ്. ഹിയർ ഈസ് എ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡേസീസ്, അപ്പോൾ അവിടെ വീണ്ടും വിഷ്വൽ ഇമേജറിയാണ്. അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെതായ ബോക്സുകളിൽ എഴുതി ബ്രാക്കറ്റിൽ അത് ഏത് ടൈപ്പ് ഇമേജ് ആണെന്നും കൂടി ചേർത്ത് എഴുതുക. ഇനി ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരു കൊറിയോഗ്രഫി ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയത്തിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില സ്റ്റിൽ ഇമേജസ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഇമേജസ് നമ്മൾ അവിടെ കാണിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ പോയം റിസൈറ്റ് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ഈ പോയത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫെയറീസ് ആൻഡ് വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ബാറ്റിൽ ട്രൂപ്സ്, ഹോഴ്സസ് ആൻഡ് കാറ്റിൽ, ഡ്രൈവിംഗ് റെയിൻ, പെയിന്റഡ് സ്റ്റേഷൻസ്, എ ചൈൽഡ് ഗാദറിംഗ് ബ്രാംബിൾസ്, എ ട്രാമ്പ് ഗേസിംഗ്, ഗ്രീൻ ഫോർ ഡേസീസ്, കാർട്ട് ഓൺ ദ റോഡ്, മിൽ ആൻഡ് റിവർ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജസ്. അപ്പൊ ഇത് ഏത് രീതിയിൽ കാണിക്കാമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതിനുശേഷം നമ്മൾ ആ ഭാഗം വായിക്കുന്ന സമയത്ത് ആ സീൻ നമ്മൾ അവിടെ ചെയ്ത് കാണിക്കുക. അങ്ങനെ നമുക്കിതൊരു കൊറിയോഗ്രഫി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.